ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലീഡേഴ്സ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് റീചാർജ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ഐ ഡി അടിക്കുന്നവർക്കും ചെയ്യാം. അതുപോലെ റീചാർജ് വാലറ്റിനകത്ത് ഫണ്ട് ആഡായിട്ടുണ്ട്. ഓവർവ്യൂവിൽ കയറി നോക്കണം. നമ്മുടെ ഐ ഡി കയറിയിട്ട് ഓവർവ്യൂവിൽ കയറി നോക്കുമ്പോൾ അതിനകത്ത് ഫണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ റീചാർജ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളൊരു ഐ ഡി ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ 2 ദിവസമായ ഫ്രഷായിട്ട് ഐ ഡി അടിച്ച ആളാണ്, 2 ദിവസമായതാണ്. അദ്ദേഹത്തിൻ്റെ റീചാർജിൽ ഓവർവ്യൂവിൽ കയറി നോക്കുക. ഓവർവ്യൂവിൽ കയറുമ്പോൾ റീചാർജ് വാലറ്റിൽ 350 രൂപ കാണിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇവിടെ ഫണ്ട് ആഡായി കിടപ്പുണ്ട് റീചാർജ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ റീചാർജ് ചെയ്യാമെന്നുള്ളത് നോക്കാം. റീചാർജിൽ ടച്ച് ചെയ്യുക, മൊബൈൽ റീചാർജ് എടുക്കുക, അവിടെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ വോഡഫോൺ ഐ ഡിയാണ്. ഓക്കെ, VI ആണ്. ഏരിയ സെലക്ട് ചെയ്യുക, കേരള. റീചാർജ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് റീചാർജ് മൊബൈൽ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് വരും. അതിൽ കയറി അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഇവിടെ ചൂസ് പേയ്മെൻറ്റ് ഓപ്ഷൻ അത് കൊടുക്കണം. അതിൽ വാലറ്റ് കൊടുക്കുക. എന്നിട്ട് ചെക്കൗട്ട് പേയ്മെൻ്റ് എന്ന് കൊടുക്കുക. അപ്പോഴത്തേക്കും കൺഗ്രാജുലേഷൻ റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വരും. ഓക്കെ എടുത്താൽ മതി. സേവ് ചെയ്യുക. എല്ലാവരുടെയും വാലറ്റ് കയറിയിട്ട് ഇതുപോലെ ഫണ്ട് ആഡായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ റീചാർജ് ചെയ്യാം. ഓക്കെ.